വെൽക്കം ടു ഈസി റെസിപ്പീസ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്ത് അതിന് 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാനിൽ ബട്ടർ ചൂടാക്കി ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. 2 സൈഡും റോസ്റ്റ് ചെയ്തെടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി. ഇനി കസ്റ്റാർഡ് കാച്ചിയെടുക്കണം. അതിനായിട്ട് 1 കപ്പ് പാൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിൽ 1 കപ്പ് പാൽ ചൂടാക്കാൻ വെച്ചു. ബാക്കി പാലിൽ കസ്റ്റാർഡ് കലക്കിയെടുക്കുക. അതിനായിട്ട് ഒരു 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ട്. കട്ടയില്ലാതെ കലക്കി ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറുകി വരുമ്പോൾ ഒരല്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2-3 തുള്ളി വാനില എസൻസ് കൂടി ചേർക്കുക. ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ബ്രെഡ് ഇതുപോലെ നിരത്തി വയ്ക്കുക. അതിനുശേഷം കസ്റ്റാർഡ് മിക്സ് ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഇതിന് മുകളിൽ വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. മൂന്നാമത്തെ ലെയർ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സ് മുഴുവനായും അതിന് മുകളിൽ ഒഴിച്ച് നിരത്തി വയ്ക്കുക. ഇനി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിസ്ത ക്രഷ് ചെയ്തോ ബദാം ക്രഷ് ചെയ്തോ ഇതിന് മുകളിലാക്കി ഇട്ട് കൊടുക്കുക. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്